കാളിമേഘസമപ്രഭാം ത്രിനയനമേതാളകണ്ഠസ്ഥിതമഹദ്ഗം ഖേടകപാലരാരിസുരകൃത്വാഗ്രാഗ്രേശ്വ ഭൂതപ്രേതപിശാചമന്ത്രസ്കൃതമന്ത്രസ്തുതാളങ്കൃതമന്തേ ദുഷ്ടവസൂരികാദിവിധം സംഹാരികാമീശ്വരും. അമ്മയിൽ നിന്ന് തന്നെയാണ് വിദ്യ എല്ലാം ഉണ്ടാകുന്നത്. ആ മുതൽ ചാവരയുള്ള അവർക്ക് മണലിൽ എഴുതുന്നത്, വിജയദശമി ദിവസം മണലിൽ എഴുതുന്നത്, അതിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടാകുന്നത് കഥ. അപ്പോൾ ഒരു കഥയില്ലാത്ത ജീവിതം, ജനിക്കുക മരിക്കുക, വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക, വീണ്ടും ജന്മം കൊടുക്കാനുള്ള ഒരു ജീവിതത്തിന് കഥ ഉണ്ടാകുന്നത് എന്തായാലും നമുക്ക് കഥകളിയിലൂടെ പോകാം. ഇന്നത്തെ ദിവസം കോഴിക്കോട് അവിടെ സാമൂതിരി രാജാവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിന്ന് വരുമ്പോൾ കൃഷ്ണനാട്ടത്തിൽ നിന്നും പതുക്കെ 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 വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ ഇറങ്ങിച്ചെല്ലാൻ ഉണ്ടായതായ ഒന്നാണ് കഥകളി. അപ്പോൾ എന്തുകൊണ്ട് ക്ഷേത്ര കലകൾ നിലനിൽക്കുന്നു, കഥകളിൽ നിലനിൽക്കുന്നു, സോപാന സംഗീതങ്ങൾ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂത്ത് നിലനിൽക്കുന്നു, കൂടിയാട്ടം നിലനിൽക്കുന്നു. ഇവർക്കൊക്കെ ഓഡിയൻസ് കൂടിയാനോ കുറയണില്ല എന്നർത്ഥം. കൂത്തിന് ഓഡിയൻസ് കുറയണില്ല, കൂടിയാട്ടത്തിന് ഓഡിയൻസ് കുറയുന്നില്ല. നമ്മളെ സ്വന്തം സുഹൃത്തും ഫാമിലി ഫ്രണ്ടുമായ വെച്ചൂർ രമാദേവിയുടെ കുറത്തിയാട്ടത്തിന് ഓഡിയൻസ് കുറയുണ്ടോ? ഇല്ല. പിന്നെയോ ഓട്ടം തുള്ളലിന് ഓഡിയൻസ് കുറയുണ്ടോ? ഇല്ല. മുടിയേറ്റിന് ഓഡിയൻസ് കുറയുണ്ടോ? ഇല്ല. ഗരുഡൻ തൂക്കത്തിന് ഓഡിയൻസ് കുറയുണ്ടോ? ഇല്ല. മേളത്തിന് ഓഡിയൻസ് കുറയുണ്ടോ? ഇല്ല. കാരണം ഇത് ഒക്കെ ഉണ്ടാക്കിയതാരാ? തലപ്പുഞ്ഞ മഹാദേവനാണ്. അയോണിലേക്ക് ഏവോങ് അയോച്ച് ഹൈറോട്ടിൽ എണ്ണം ചമഞ്ഞ കിടതച്ച് മുതലായ അക്ഷര സമാമനായിൽ നിന്നുണ്ടായതായ ഉടുക്കിൽ നിന്നുണ്ടായ ഒരു ശബ്ദം. എവിടെയാണ് അദ്ദേഹം നൃത്തം ചെയ്തത്? ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? നാട്യശാസ്ത്രം അരങ്ങേറിയത് എവിടെയാണ്? അവിടെ നന്ദികേശ്വരത്തിൻ്റെ പുറത്ത്, വലിയ പുറത്ത് അദ്ദേഹം നൃത്തം ചെയ്തപ്പോൾ അവിടെ എന്തായി? ആദ്യത്തെ സ്റ്റേജായി. അപ്പോൾ എല്ലാം അടുത്തിരിക്കുന്നതർത്ഥം. മോണാക്ട്, മിമിക്രിയും എന്തൊക്കെ ആയിരുന്നു. ഏതാണ്ടൊക്കെ കുറേ പാട്ടുകൾ വെച്ചാൽ മഹാദേവൻ വരെ എഴുന്നേറ്റു. അതുപോലെയുള്ള ഗാനമേളകൾ, അതൊക്കെ എന്തോരം നമ്മൾ തുള്ളി. അതൊക്കെ ജനങ്ങൾ മടുത്തു തുടങ്ങിയെന്നർത്ഥം. ക്ഷേത്രത്തിൽ തിരിഞ്ഞു ഇരുന്നുകൊണ്ട് വളരെ ലൗകികമായ രീതിയിൽ പാട്ടുകൾ പാടി ചെവി പൊളിക്കുന്ന രീതിയിൽ ഉറപ്പാണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇരപാലസിൻ്റെ ഇത്തിരി പ്രശ്നമുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനടക്കം തളർന്നു വീഴുന്നതായ ധാരാളം തുള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ തുള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ എന്തിന്? അത് മനസ്സിലേക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്നർത്ഥം. അത് ബുദ്ധിയിലെ ബാധിക്കുന്നില്ല. അപ്പം മനസ്സിലുണ്ടായ, നമ്മൾ ഇല്ലാത്തതായ സൃഷ്ടിച്ചിരിക്കുന്നതായ ഒരു മനസ്സിനെ മാത്രം തൃപ്തിപ്പെടുന്നതായ എല്ലാം എന്തു ചെയ്യുന്നു? പതുക്കെ 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 മൺമറഞ്ഞു വരുന്നു എന്നർത്ഥം. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രശാന്ത് വർമാജിയുടെ ഒരു ഭജന കേൾക്കാൻ പോയി. അവിടെ ഇരിങ്ങോൾക്കാവിൽ. അദ്ദേഹത്തോടെ ഒരുപാട് പ്രസംഗമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ: ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല. ഞാൻ സിനിമാ പാട്ടുകൾ പാടി ഇടയ്ക്ക് സിനിമാ പാട്ടുകൾ കയറ്റി ഉണ്ടാക്കിയതല്ല. ഇടയ്ക്ക് സിനിമാ പാട്ടുകളും മറ്റു പാട്ടുകളും വെറുതെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞു: ഞാൻ തുടങ്ങി വെച്ചതായ ഒരു ജപലഹരി കേരളത്തിലെ സകലവിധ ആൾക്കാരും പാടി നടക്കുന്നെങ്കിൽ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ഗുണം. അദ്ദേഹം അവിടെ മൈക്ക് സെറ്റിൻ്റെ അടുത്ത് വന്നു. സാധാരണ മൈക്ക് അവിടുന്ന് പറയുള്ളൂ, DJ പാസ് അവിടെ കുറയ്ക്ക് മറ്റൊരു കൂട്ട്. അദ്ദേഹം അവിടെ മൈക്കുകാരുടെ അടുത്ത് പോയി ഇന്ന് അവരെ ഒന്ന് കോളത്ത് കൈയിട്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സകലവിധ ആൾക്കാരെ അടക്കം നമസ്കരിച്ചുകൊണ്ട് അകത്ത് മേടിച്ചതായ പ്രസാദവും സ്വീകരിച്ചുകൊണ്ട് മണ്ണിൽ നമസ്കരിച്ചതായ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതിനു മുമ്പുണ്ടായിരുന്ന കുട്ടികളുടെ ഭജനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് 3-4 പേരുണ്ടായിരുന്നു. അത് മറ്റേ സിസ്റ്റംസ് ഇല്ലാതെ തന്നെ ട്രാക്കിലൂടെ പാടിയപ്പോൾ അവരെയും അദ്ദേഹം തൊഴുത് നമസ്കരിച്ചെങ്കിൽ സംശയമൊന്നുമില്ല, വിനയം ഉള്ളിടത്ത് തന്നെ വർദ്ധിക്കുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു, വളരെ റയറായിട്ട് രീതിയിലാണ് പൊതുവെ രാമായണ കഥകളിലൂടെ അവതരിപ്പിക്കാറ്. പക്ഷേ അതിലും വേറൊന്നാണ്. രാവണ വിജയമൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും ശ്രീരാമ പട്ടാഭിഷേകം സമ്പൂർണ്ണം വളരെ അപൂർവമായിട്ട് തന്നെയാണ് നടക്കാറുള്ളൂ. അങ്ങനെ ധാരാളം കലാകാരന്മാരടക്കം, ധാരാളം ആസ്വാദകരടക്കം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ളതായ കഥകളി ആസ്വാദകരടക്കം, പാട്ടിൻ്റെ ആസ്വാദകരടക്കം, ദർപ്പണ ഗോവിന്ദൻ നമ്പൂതിരിയുടെ മണമറിഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ മകൻ കൊണ്ടു കിടക്കുന്നതായ കഥകളി,
ആ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് തന്നെ എന്താ പുതിയ ഇല്ലത്ത് വെച്ച് വൈകിട്ട് കൃത്യം 6 മണിക്ക് ആരംഭിക്കുന്നതായ കഥകളിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രത്യേകത ജീവിതത്തിൽ നമുക്കറിയാം, ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അവൻ ഉപയോഗിച്ചു. സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു, പിന്നീട് വനവാസം വേണ്ടി വന്നു. അതൊക്കെ നമുക്ക് നിൽക്കുമ്പോഴും ഒരുപാട് കാലഘട്ടം വേണ്ടി വരുന്നു സ്വന്തം ഇരിപ്പിടമായ അയോധ്യയിൽ അദ്ദേഹത്തിന് നിൽക്കുക. ഒന്നാലോചിച്ച് നോക്കി, എത്ര തലമുറയുടെ കോടതി അടക്കം വഴക്കടക്കം എത്രയോ ആൾക്കാർക്ക് ജീവൻ വിടേണ്ടി വന്നു അവിടെ ഇതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അവനോൻ വേറൊരു അവതാരം എടുത്തിട്ട് കൂടി കൃഷ്ണാവതാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് കൂടി സ്വന്തം ഇരിപ്പിടം പോലും അദ്ദേഹത്തിന് ലഭിക്കാതിരുന്നതായ ഒരു ചരിത്രം വർണ്ണിക്കുമ്പോൾ ഇന്നലെ തന്നെ ഒറ്റുകൊടുത്തവർക്കും തനിക്കിട്ട് എതിരെ നിന്നവർക്കും അപ്പവും വീഞ്ഞും നൽകിയതായ യേശുദേവൻ ഇന്നതാ അവിടെ പോയുമ്പോൾ നമുക്കറിയാം, മുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ 100% പെർഫെക്റ്റാണ്, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ ആക്രോശിക്കൂ, ഇവനെ ക്രൂശിക്കൂ എന്ന് ആക്രോശിപ്പെട്ടു. അപ്പോൾ ലോകത്തിന് നന്മ ചെയ്യുന്നവർക്ക്, നല്ലത് ചെയ്യുന്നവർക്ക്, ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും മോസ്കാണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നിടത്ത് മുഴുവനും പരാതിയായിരിക്കും. അമ്പലമൊക്കെ വൃത്തിയാക്കി കല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗി രീതിയിൽ കഴുകി തുടച്ച് നടക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം അറിയും. തിരുമേനി തേൻ്റെ കുപ്പി അടഞ്ഞിട്ടില്ല, അത് അവൻ്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. അമ്പലത്തിലെ തേൻ്റെ കുപ്പി അടയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് മേൽശാന്തിയാണ്. അത് തിടപ്പള്ളിയുടെ കാര്യം അന്വേഷിക്കുന്ന പണ്ടത്തെ തിടപ്പള്ളിയൊക്കെ നമുക്കറിയാം, വഴികളായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കാണാൻ പറ്റില്ല. നേദ്യം ഭഗവാനും മാത്രമേ കാണാം. അമൃതാംശം പരിപൂർണമായിട്ട് ഭഗവാൻ സ്വീകരിക്കണമെങ്കിൽ അതാണ് പണ്ടത്തെ കാലത്ത് അഴി നമുക്കറിയാം, അഴിയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണണം, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. അപ്പം അങ്ങനെ രീതിയിലുള്ള വളരെ ശുദ്ധാശുദ്ധിയോടുകൂടി വളരെ രഹസ്യമായിട്ട് തന്നെയാണ് നേദ്യങ്ങളൊക്കെ കൃപയിൽ. ചിലപ്പോൾ നമ്മളായിരിക്കില്ല ചെയ്യുന്നത്, വല്ല ഹനുമാൻ സ്വാമിയോ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് അകത്ത് സഹായിക്കുന്നത്. അത് മേശാന്തിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനെ രഹസ്യമായ രീതിയിൽ നോക്കേണ്ടത് രഹസ്യമായിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാനുള്ളൊരു മനുഷ്യൻ്റെ മനസ്സ് തമോ ഗുണമാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ട് ട്രഡീഷണലായിട്ടുള്ള രീതിയിലുള്ള അലങ്കാരങ്ങളോടുകൂടി എല്ലാവരും ഒരുമിച്ച് പാടിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതായ കഥ കളിയായിട്ട് വരുമ്പോൾ പച്ചവേഷങ്ങളടക്കം അത് സത്വ രജ തമോ ഗുണങ്ങളായ 3 കഥാപാത്രങ്ങൾ, 3 ചിന്തകളുള്ളതായ 3 രീതിയിലുള്ള കഥാപാത്രങ്ങൾ രാമായണത്തിൽ മാത്രമേ ഉള്ളൂ. രാവണനുണ്ട്, അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെ വിഭീഷണനുണ്ട്, സാത്വികമായ കഥാപാത്രമുണ്ട്, സാത്വികനായ ഹനുമാൻ സ്വാമിയുണ്ട്, അപ്പോൾ സീതാദേവിയുണ്ട്, ഋഷിവര്യന്മാരുണ്ട്, മഹാദേവനുണ്ട്, മഹാവിഷ്ണുവുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ശ്രീരാമ പട്ടാഭിഷേകം പ്രത്യക്ഷമായിട്ട് കാണുമ്പോൾ നമ്മൾ എന്തായിത്തീരട്ടെ, അവിടെ എല്ലാവരും പുരുഷന്മാർ ശ്രീരാമചന്ദ്രസ്വാമിയും സ്ത്രീകൾ സീതാദേവിയും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്നതായ വൈകിട്ട് 6 മണിക്ക് കൃത്യം 6 മണിക്ക് തുടങ്ങുന്നതായ കഥകളിയിലേക്ക് എല്ലാ കഥകളി ആസ്വാദക വർണ്ണത്തെയും പുണ്യം ദർപ്പണ ചന്ദ്രമന ഇല്ലത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.